ഹലോ കൂട്ടുകാരെ, ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് എനിക്ക് തലയിൽ താരം പോകുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ഞാൻ ചെയ്ത് എനിക്കൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് ഇത്. എൻ്റെ തലയിൽ താരൻ ഫുള്ള് പോവുകയും ചെയ്തു. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ എനിക്കുണ്ടേ. പാദം വരെ മുടി കിളിക്കുമെന്നൊന്നും ഞാൻ പറയില്ല. ഉള്ള മുടി നമ്മുടെ ഹെൽത്തി ആയിട്ട്, സ്മൂത്തായിട്ട്, തിക്നെസ്സായിട്ട്, ഷൈ ആയിട്ട് ഇരിക്കും. അപ്പം ഞാൻ മൈലാഞ്ചി ചെടിയുടെ അടുത്താണ് ചെയ്യുന്നത്. അതിലെ ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ ഞാൻ പറിച്ചെടുത്തു. ഇലകൾ പറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ചിലന്തി വലയോ മറ്റോ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ആ ഇല പറിച്ച് വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. അതുപോലെ തന്നെ ശ്വാസം മുട്ടലോ മറ്റോ അലർജി ഉള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് പുരട്ടുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും. അതപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ പറിച്ചെടുത്ത ഇലകളെല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണേ. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മളിത് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. താരം പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നല്ല വൃത്തിയായിട്ട് നമ്മുടെ തലയിൽ താരം പോകും. അതുപോലെ മുട്ടയുടെ വെള്ള നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മുടി നല്ല പട്ട് പോലെ കിടക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ തലയുടെ എല്ലാ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരാളെ നിർത്തിയോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മുടിയുടെ ഓരോ ഭാഗം അത് പുരട്ടുവാണെങ്കിൽ താരം കൂടുന്നുള്ള ഭാഗത്തേക്ക് പുരട്ടുക. പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു ആണോ ആ ഷാമ്പു ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിക്കളയുക. ഒരു 15 മിനിറ്റിന് ശേഷമാണ് കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങുമ്പോൾ നമ്മളൊന്ന് ചീകി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നേരത്തെ മുടിയുടെ ഇപ്പോഴത്തെ മുടിയുടെ വ്യത്യാസം നമുക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തതാണ് ഇത്. കാരണം ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്കത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിലും സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റാ, ബൈ.